ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ അറിയാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി, ഞാൻ അറിയാത്ത ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അതെൻ്റെ മൈൻഡിൽ കടക്കാത്തത് കൊണ്ട് എനിക്ക് അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഐ എൻറ്റർ ഇൻ ടു എ സ്പിരിറ്റ് വേൾഡ്. ഞാൻ ആത്മലോകത്തിലേക്ക് പ്രവേശിച്ച് ആത്മാവിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ഇനി എനിക്കറിയാൻ വയ്യാത്ത രാജ്യത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും മാത്രമല്ല, എനിക്കറിയാവുന്ന ഒരാളെക്കുറിച്ച് പോലും എനിക്ക് പലപ്പോഴും എന്ത് വേണ്ടി വരുന്നുണ്ട്? പ്രാർത്ഥിക്കാൻ. ഇപ്പം എനിക്ക് ജോഷോ സാറിനെ കുറിച്ച് അറിയാമല്ലോ, പക്ഷേ ജോഷോ സാറിന് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോഷോ സാറിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ ഉണ്ടായിരുന്നിരിക്കട്ടെ, അങ്ങനെ പ്രേരണ ഉണ്ടാകും. പക്ഷേ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ജോഷോ സാറിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ ജോഷോ സാറിനെ അനുഗ്രഹിക്കണേ, ശാന്തിയെ അനുഗ്രഹിക്കണേ, കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം നോക്കണം എന്ന് പറയുന്നതല്ലല്ലോ. ജോഷോ സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് എനിക്കൊരു പ്രേരണ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് ആവശ്യത്തിലാണ് ജോഷോ സാർ എന്ന് അറിയാനുള്ള ബുദ്ധി എനിക്കില്ല. അങ്ങനെ ഇല്ലാത്തപ്പോഴും ജോഷോ സാറിന് പ്രാർത്ഥിക്കാൻ, ഞാൻ ജോഷോ സാറിൻ്റെ കാര്യം മാത്രമല്ല ഓരോരുത്തരുടെയും കാര്യമായിക്കോട്ടെ, പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രേരണ ഉണ്ടാകുമ്പോഴത്തേക്ക് ഐ ജസ്റ്റ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഐ സ്റ്റാർട്ട് പ്രേയിങ് ഫോർ ഹിം. എന്താ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഐ സ്പീക്ക് ഇൻ ടങ്സ് ഫോർ സം ടൈം ആൻഡ് എനിക്ക് സന്തോഷമായി, ഞാൻ പോയി കിടന്നു. എന്താ പ്രാർത്ഥിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ജോഷുവ സാർ ഏത് പ്രതിസന്ധിയിലാണോ ആ പ്രതിസന്ധിയിൽ അദ്ദേഹത്തിന് ആവശ്യമായ പ്രാർത്ഥനയുടെ പിൻബലം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അത് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ബുദ്ധിയിലല്ല, എൻ്റെ ആത്മാവിലാണ്. അതുകൊണ്ട് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, രണ്ടും വേണം. എന്നാൽ സഭയിൽ വന്ന് അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അത് പൊതുപ്രയോജനം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ വേറെ ഒന്നുമല്ല, പൊതുപ്രയോജനം ഉണ്ടാകത്തില്ല. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 മണിക്കൂർ നമ്മളിവിടെ 6:30 തൊട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണല്ലോ. 2 മണിക്കൂർ നമ്മൾ വിളിക്കുക. ഈ 2.5 മണിക്കൂർ ഞാനിങ്ങനെ അന്യഭാഷ സംസാരിച്ച് കഴിഞ്ഞാൽ ആർക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത്? ഞാൻ ഒരു 25 വർഷം മുമ്പ് ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാനായിട്ട് പോയി. വൈകിട്ടത്തെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ കയറി നിന്നപ്പോൾ തൊട്ട് ആളുകൾ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. 7:30 ഞാൻ കയറി നിന്നാണ്. ഇവിടെ നിർത്തിയിട്ട് വേണമല്ലോ എനിക്ക് എന്തെങ്കിലും പറയാൻ. 8:45 വരെ ആളുകൾ അന്യഭാഷ നിർത്തിയിട്ടില്ല. സത്യം പറഞ്ഞത് നടന്ന കാര്യമാണ്. ഒടുവിൽ പിന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടി വന്നെന്ന് ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. പക്ഷേ അന്നത്തെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചിന്തിച്ചു, ഞാൻ അങ്ങോട്ട് കയറി നിന്നപ്പോൾ തന്നെ ആളുകൾ ആത്മാവിലായി നിന്നില്ല, പിന്നെ ഒരാത്മാവിൽ തന്നെ ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ദൂത് അവർക്ക് കൊടുക്കാതിരിക്കേണ്ടതിന് ഉണ്ടായ വലിയ ഒരു തടസ്സമാണത്. എനിക്ക് അവർക്ക് കൊടുക്കാനൊരു ദൂതുണ്ടായിരുന്നു, പക്ഷെ അത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കയറിയപ്പോൾ തൊട്ട് ആളുകൾ ആത്മാവിൽ നിറഞ്ഞ്, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് കുറച്ചു നേരം എല്ലാവരും കൂടെ അന്യഭാഷ പറയുന്നതാണ് വലിയ ആത്മീയമെന്ന്. പ്രിയമുള്ളവരെ, അന്യഭാഷ പറയുന്നതിന് അവനവൻ ആത്മീക പ്രവർത്തനം വരുത്തുന്നേ ഉള്ളൂ. എനിക്ക് കൊടുക്കാനൊരു ദൂതുണ്ടായിരുന്നു, അത് കൊടുക്കാൻ പറ്റിയില്ല. 25 വർഷത്തിന് ശേഷമാണ് ഒരു പക്ഷേ ഞാൻ ആ കാര്യം മനസ്സിലാക്കുന്നത്. ഐ ഹാഡ് എ മെസ്സേജ് ബട്ട് ഐ കുഡ് നോട്ട് സ്പീക്ക് ദ മെസ്സേജ്. യു നോ വൈ? ബിക്കോസ് എല്ലാവരും അന്യഭാഷയിലങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്തോ ചെയ്യുമെന്നല്ല, അന്ന് എനിക്ക് ഒരു അന്യഭാഷ നിർത്തരുതെന്നുണ്ടായിരുന്നു. കാര്യം എനിക്കൊരു അഭിമാനമാണല്ലോ, ഞാൻ കയറി നിന്നപ്പോൾ തൊട്ട് ഇതൊക്കെയായി പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ കയറി നിന്നപ്പോൾ തൊട്ട് ഒരു അന്യഭാഷയിലായിരുന്നൊക്കെ പറയുന്നത്. അന്ന് എനിക്ക് ദൂത് കൊടുക്കുന്നതിനേക്കാളും വലുതായിരുന്നു എൻ്റെ ആ വ്യാജ അഭിമാനം. ഒരു വ്യാജ അഭിമാനമാണ്. നമ്മൾ വീണ്ടും 18 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഞാൻ വായിച്ചങ്ങ് പോവുകയാണ്. നമ്മുടെ വാക്കുകൾ അവസാനിക്കുകയാണല്ലോ, സമയം നമ്മുടെ അവസാനിക്കുകയാണല്ലോ. 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയാൻ ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങളെല്ലാവരെക്കാളും അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി, അതായത് സഭയുടെ ആകമാനമായ ആത്മീക വർധന ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും കൂടെ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോഴല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവം വെളിപ്പെടുത്തിയ ദൂത് സഭയ്ക്ക് കൊടുക്കുമ്പോഴാണ്. എന്നാൽ നമ്മൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കരുത്. അന്യഭാഷകൾ സംസാരിക്കുന്നത് കഴിവതും വീടുകളിൽ വെച്ചായിരിക്കണം. നമ്മൾ ഇവിടെ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ അതിനൊരു വ്യാഖ്യാനി ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. വ്യാഖ്യാനി ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചാൽ ആ വ്യാഖ്യാനിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? അത് സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടാകുന്നു. സഭയുടെ ആത്മീക വർധന ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അന്തിമമായ ലക്ഷ്യം. അല്ലാതെ എൻ്റെ ആത്മീക വർധന ആയിരിക്കരുത്. ഇതിനർത്ഥം സഭയിൽ ആരും അന്യഭാഷ പറഞ്ഞേക്കരുത് എന്നല്ല. ചിലപ്പോൾ ആളുകൾ പറയും, കണ്ടില്ലേ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനി ഇല്ലെങ്കിൽ എന്ത് ചെയ്തോണം? മിണ്ടാതിരിക്കണം എന്നല്ല എഴുതിയിരിക്കുന്നത്. മിണ്ടാതെ തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഖ്യാനി ഇല്ലെങ്കിൽ നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ
പ്രസംഗിക്കുന്ന ആൾക്ക് അലങ്കോലം ഉണ്ടാവുകയോ അരുതെന്ന് അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന അർത്ഥം. അല്ലാതെ സഭയിൽ വ്യാഖ്യാനി ഇല്ലെങ്കിൽ ആരും അന്യഭാഷയിൽ സംസാരിച്ച് പോയേക്കരുതെന്നല്ല. അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. വെൻ ഐ ആം ഇൻസ്പയർഡ് ബൈ ഗാഡ് വെൻ ഐ സ്പീക്ക് ഇൻ ടങ്സ്, ഇഫ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനൊരു വിശ്വാസിയായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഞാൻ പരിശുദ്ധാത്മ സ്നാനം അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സംസാരം, എൻ്റെ അന്യഭാഷ അടുത്തിരിക്കുന്ന ആൾക്കും പ്രസംഗിക്കുന്ന ആൾക്കും എന്തുണ്ടാകാൻ പാടില്ല? ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നീ സംസാരിക്കരുതെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന നമ്മുടെ പല നേതാക്കന്മാരും അന്യഭാഷയെ അംഗീകരിക്കുന്നവരും സഭയിൽ അന്യഭാഷ പറയാൻ സമ്മതിക്കാത്ത സഭകളുണ്ട്. അവർ പറഞ്ഞ അന്യഭാഷയൊക്കെ ഉണ്ട്, പക്ഷെ അത് വീട്ടിൽ ഇരുന്ന് പറഞ്ഞോണം, സഭയെ വന്നിട്ട് പറയാൻ പാടില്ല. കാര്യം സഭയിൽ വ്യാഖ്യാനം ഇല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കാൻ പാടില്ലെന്നല്ല, അലങ്കോലം ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത്. ഒരാൾ ആർക്കും ഒരു അലോസരവും ഉണ്ടാക്കാതെ എവിടെയെങ്കിലും ഇരുന്ന് അന്യഭാഷ സംസാരിച്ചിട്ടൊരു പ്രശ്നമില്ല. അങ്ങനെ പിന്നെ അന്യഭാഷ സംസാരിക്കുന്ന മാത്രമല്ല, പ്രസംഗത്തിനിടയ്ക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. അത് പറയുന്നത് ഇതേപോലെ തന്നെ പ്രശ്നമാണ്. കാര്യം എന്തുണ്ടാകും? ദൂത് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇവിടെ പോൾ പറയുന്ന അതാണ്, ദൈവം ഭരമേൽപ്പിച്ച ദൂതിന് തടസ്സമായിട്ട് അന്യഭാഷ ഉണ്ടാകാൻ പാടില്ല, ഹല്ലേലൂയ ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ചാൽ ആരും ഹല്ലേലൂയ പറയുന്നതല്ല. ഈ ദൂതിന് തടസ്സമാകുന്ന നിലയിൽ, കാര്യം സകലതും ചന്തവും ഉചിതവുമായി വേണം സഭ നടക്കാനായിട്ട്. ദൂതിന് തടസ്സമാകരുതെന്നേ ഉള്ളൂ. അല്ലാതെ സഭയിൽ വന്നാലും അന്യഭാഷ സംസാരിക്കരുതെന്ന് പൗലോസ് പറഞ്ഞിട്ടില്ല. സഭയിൽ അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കണം. കാര്യം 26-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അവസാനമായിട്ട് ഞാൻ പറയട്ടെ, സഭയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തുമുണ്ട്? അന്യഭാഷയുമുണ്ട്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്. എവിടെ? ഓരോരുത്തൻ കൂടി വരുമ്പോൾ. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ സഭയിലും എന്തുണ്ട്? അന്യഭാഷയുണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, സകലതും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കരുതെന്നല്ല, സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ വേറൊരുത്തിന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. കാര്യം സഭയിൽ അലങ്കോലം ഉണ്ടാക്കരുതെന്നേ ഇതിനകത്ത് അർത്ഥമുണ്ടാകുന്നുള്ളൂ. ദൈവം കലക്കത്തിൻ്റെ ആത്മാവല്ല, സമാധാനത്തിൻ്റെ ആത്മാവ് അത്രയാകുന്നു. പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. എനിക്ക് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നിർത്താനൊന്നും കഴിയാത്ത നിലയിലൊന്നും അല്ല ദൈവം എനിക്ക് അന്യഭാഷ തന്നിരിക്കുന്നതൊക്കെ. എനിക്ക് അന്യഭാഷ നിർത്തണമെങ്കിൽ നിർത്താനും പറ്റും, സംസാരിക്കണമെങ്കിൽ സംസാരിക്കാനും പറ്റും, ചെറിയ രീതിയിൽ സംസാരിക്കാനും പറ്റും. പുതുതായിട്ട് പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കുമ്പോൾ പക്വതയില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ നിർത്താനും പറയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നുള്ളതേ ഉള്ളൂ. പക്വതയായി കഴിയുമ്പോൾ എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കാനും അല്ലാത്തപ്പോൾ സംസാരിക്കാതിരിക്കാനും ഒക്കെ പ്രവാചകന്റെ ആത്മാവ് പ്രവാചകനെ കീഴടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സകലതും ചന്തവും ഉചിതവുമായിട്ട് നടക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ദൈവത്തോട് സംസാരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എത്ര വലിയൊരു പ്രിവിലേജാണ് അന്യഭാഷകൾ എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് നോക്കുക. അത് ഇന്നവിറ്റബിൾ ആണോ, അതില്ലെങ്കിലും എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. നമ്മുടെ സ്വർഗ്ഗപിതാവിനോട് സംസാരിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു അവസരം. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അത് മനുഷ്യൻ്റെ ആത്മാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിലുള്ളത്, ദൈവത്തിൻ്റെ ആഴങ്ങളിലുള്ളത്, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ആത്മാവിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരാഞ്ഞുകൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൽ ഒരു അമ്മയുടെ മാർവിൽ കുഞ്ഞെന്നതുപോലെ ചാരിയിരുന്ന് ആശ്വാസം പ്രാപിക്കുന്നത് ഒരു വലിയ ആത്മിക അനുഭവമാണ്. അവിടെ ദൈവം നമ്മുടെ ആത്മാവിലേക്ക് പകർന്നു തരുന്ന ആത്മാവിൻ്റെ മർമ്മങ്ങളെ നമ്മുടെ ബുദ്ധിയിലൂടെ കടത്തിവിടാൻ കഴിയാത്തത് കൊണ്ട് നമുക്കൊരു പക്ഷേ നമ്മുടെ വൊക്കാബുലറിയിൽ നമ്മൾ പഠിച്ചു വെച്ച ഭാഷയിൽ അതിനെ സംസാരിക്കാൻ കഴിയാതെ വന്നേക്കാം. എന്നാൽ ആത്മാവിൽ സംസാരിക്കുന്നവൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, അവൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇതിലെല്ലാവരിലും വ്യാപരിക്കുന്ന ദൈവം ഒരുവൻ. അത് മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ഒരു ശരീരത്തിൻ്റെ അവയവം മറ്റൊരു അവയവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ വിവിധമായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായിക്കൊണ്ട് നമുക്ക് അന്യോന്യം ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ആരെങ്കിലും ഈ കൃപാവരങ്ങളെ ലഘുവായി കരുതുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ദൈവം തുറന്നു വച്ചിരിക്കുന്ന ഈ വിശാലമായ ആത്മാവിൻ്റെ വാതിൽ നിങ്ങൾ അടച്ചു കളയുകയാണ്. ഒരു വലിയ ലോകം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ദൈവം നമുക്ക് തുറന്നു വച്ചിരിക്കുന്ന ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആത്മാവിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയും കർത്താവിനെ തിരിച്ചറിയുകയും
കർത്താവിനെ സ്നേഹിക്കുകയും എൻ്റെ വികാരങ്ങളെ, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തെ എൻ്റെ ആത്മാവിൽ ഞാൻ അറിഞ്ഞ് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു മഹനീയ പദവിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് കർത്താവ് വെച്ചിരിക്കുന്നത്. അതാണ് എല്ലാവർക്കും കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ മാന്തിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെപ്പറ്റി നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചില കാര്യങ്ങൾ പഠിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ പഠനം കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഈ ആത്മാവിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇന്ന് രാത്രിയിൽ എത്ര പേര് കർത്താവിനോട് പറയും, കർത്താവേ, എനിക്ക് വേണ്ടി നീ തുറന്നു വെച്ചിരിക്കുന്ന ഈ ആത്മാവിൻ്റെ വിശാല ലോകത്തിലേക്ക്, നീ എന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയിൽ പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റുമോ? കർത്താവേ, എനിക്ക് വേണ്ടി നീ തുറന്നു വെച്ചിരിക്കുന്ന ഈ ആത്മാവിൻ്റെ വിശാല ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ ആത്മാവിനെ പകർന്നിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നാൽ കർത്താവേ, അതൊരു പാസീവായിട്ടുള്ള റിസീവിങ് അല്ല. അത് മാനിഫെസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, പുറത്തേക്ക് ഒഴുകത്തക്ക രീതിയിൽ നീ എന്നിൽ പകർന്നിരിക്കുന്ന ആ വലിയ ഔട്ട്പോറിങ് ഞാനതിനെ അടക്കി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, Lord, I just want to see that, Lord, I'm really manifesting the Holy Spirit that you have given in me, O God. എൻ്റെ കൺട്രോൾ നീ ഏറ്റെടുത്തിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്കുകളുടെ കൺട്രോൾ നീ ഏറ്റെടുത്തിരിക്കാൻ, എൻ്റെ യുക്തിയുടെയും ബുദ്ധിയുടെയും എൻ്റെ ഹ്യൂമൻ ഫാക്കൽറ്റീസിൻ്റെ എല്ലാം കൺട്രോൾ നീ ഏറ്റെടുത്തിരിക്കാൻ, എൻ്റെ വികാരങ്ങളുടെ കൺട്രോൾ നീ ഏറ്റെടുത്തിരിക്കാൻ, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ കൺട്രോൾ നീ ഏറ്റെടുത്തിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇടയ്ക്ക് ഞാൻ കയറി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പൂർണ്ണമായും നിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിതമായൊരു ജീവിക്കുവാൻ, നിൻ്റെ ആത്മാവിൻ്റെ വരങ്ങളെ പ്രകാശിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനകരമായ നിലയിൽ വിളക്ക് കത്തിച്ച പറയിൻ കീഴിലല്ല തണ്ടിൻ മീതെ കൊളുത്തി വയ്ക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിപ്പിച്ചു കൊടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.